ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. ആൻഡ്ര ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു ലൈവ് സെക്ഷനിലേക്ക് ഏവർക്ക് സ്വാഗതം. 2026 ആർമി റാലീസിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ജനറൽ സയൻസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടുള്ള അടുത്ത സീരീസ് ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എല്ലാവരും എത്തിയിട്ടുണ്ടോ? ക്ലാസ്സിന് എല്ലാവരും എത്തിയിട്ടുണ്ടോ? നമ്മൾ ലൈവ് സെക്ഷൻ എല്ലാവരും കയറിയിട്ടുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഓഡിബിൾ ആണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഐസ് ഫ്ലോട്ട് ഇൻ വാട്ടർ ബിക്കോസ് ദ ഡെൻസിറ്റി ഓഫ് ഐസ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് വാട്ടർ. ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? ഓക്കെ, ആദിത്യൻ, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നതാണ് ഐസ് എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടറിന് മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കാണപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഐസ് എന്ത് ചെയ്യുക? വാട്ടറിന് മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കാണപ്പെടുന്നു? അല്ലെങ്കിൽ ഡെൻസിറ്റിയുടെ കാര്യം റിലേറ്റഡ് ആണെങ്കിൽ പറയാൻ പറ്റുന്ന പോയിന്റ് എന്താണ്? നമുക്ക് എന്തായിരിക്കും വാട്ടറിൻ്റെ ഡെൻസിറ്റി റിലേറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനെ എങ്ങനെ നമുക്ക് ഡെഫിനിഷൻ കൊടുക്കാനായിട്ട് പറ്റും? എന്താണ് പറഞ്ഞത്? ഐസ് ഫ്ലോട്ട് ഇൻ വാട്ടർ, അല്ലെ? വാട്ടറിന് മുകളിൽ എപ്പോഴും ഐസ് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലോട്ട് ചെയ്ത് കാണപ്പെടുന്നുണ്ട്. എത്ര, അല്ലെങ്കിൽ വാട്ടറിൻ്റെ ഡെൻസിറ്റി എത്ര ഡിഗ്രി സെൽഷ്യസ്, അല്ലെങ്കിൽ വാട്ടർ എത്ര ഡിഗ്രി സെൽഷ്യസിലാവുമ്പോഴാണ് വാട്ടർ എന്ത് ചെയ്യുക? ഐസിന് മീൻസ് വാട്ടറിൻ്റെ മുകളിൽ ഐസ് ഫ്ലോട്ട് ചെയ്ത് കാണപ്പെടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ഉത്തരം നൽകാനായിട്ട് പറ്റും? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? അറിയാമോ? നോക്കി, ഏതാണ്? 4 ഡിഗ്രി സെൽഷ്യസ്. കേട്ടോ, 4 ഡിഗ്രി സെൽഷ്യസ്. അതായത് ഡെൻസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ എന്താണ്? ഐസ് ഫ്ലോട്ട് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ 4 ഡിഗ്രി സെൽഷ്യസിലാണ് എന്ത് ചെയ്യുക? ഐസ് ഫ്ലോട്ട് ചെയ്ത് കാണപ്പെടുക. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ കാണപ്പെടുന്ന വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? നോർമൽ വാട്ടർ പോലെ കാണപ്പെടുന്നുണ്ട്. അക്വാട്ടിക് രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? കാണപ്പെടുന്നുണ്ട്, അല്ലേ? അന്നേരം എന്താണ് ആൻസർ വരിക? എന്താ? ഐസ് ഫ്ലോട്ട് ഇൻ വാട്ടർ, അല്ലേ? എന്താണ് വരിക? ഐസ് ഫ്ലോട്ട് ഇൻ വാട്ടർ ബിക്കോസ് ദ ഡെൻസിറ്റി ഓഫ് ഐസ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് വാട്ടർ, അല്ലേ? എന്ത് ചെയ്യുന്നു? ഐസിൻ്റെ ഡെൻസിറ്റി എന്ത് ചെയ്യുന്നു? വാട്ടറിനെക്കാട്ടി കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. എത്രയാണ് പറഞ്ഞേക്കുക? 4 ഡിഗ്രി ആണ് പറഞ്ഞേക്കുക. അതിന് ആൻസർ ഏതായിരിക്കും വരിക? ഓപ്ഷൻ ബി, ഇൻക്രീസ് ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണേ? ഓക്കെ ആണല്ലോ? അതിൽ നോക്കി നമുക്ക് പറയാം ഐസ് എന്ത് ചെയ്യുന്നു? ഐസ് 0 ഡിഗ്രി സെൽഷ്യസ് നമുക്കറിയാം. എന്ത് ചെയ്യുകയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഐസ്, അല്ലെ? ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടറും അതുപോലെ എന്താണ് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസും രണ്ടും പഠിക്കണം. ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര എഴുതേണ്ടത്? 100 ഡിഗ്രി സെൽഷ്യസും മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് എന്താണ്? മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസുമാണ്. ഇത് രണ്ടും എന്ത് ചെയ്യണം? നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ക്ലിയർ ആണേ? ഓക്കെ ആണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനോട്ട് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ നോക്കി, കിലോ വാട്ട് അവർ ഈസ് എ യൂണിറ്റ് ഓഫ്. എന്താണ്? ഫിസിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പറഞ്ഞേക്കുന്നത്? കിലോ വാട്ട് അവർ എന്നറിയപ്പെടുന്നത് ഏതിൻ്റെ യൂണിറ്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കിയേ, എനർജി. ഓപ്ഷൻ ബി, ഫോഴ്സ്. ഓപ്ഷൻ സി, ഹീറ്റ്. ദെൻ ഓപ്ഷൻ ഡി, ഫ്രീക്വൻസി. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് കിലോ വാട്ട് അവർ എന്തിൻ്റെ യൂണിറ്റ് ആണ്? എന്തിൻ്റെ യൂണിറ്റ് ആയിരിക്കും? ഫോഴ്സിൻ്റെ യൂണിറ്റ് നമുക്കറിയാം. എന്താണ്? ന്യൂട്ടൺ ആണ് ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്നറിയപ്പെടുന്നത്, അല്ലേ? ഫോഴ്സിൻ്റെ യൂണിറ്റും അതുപോലെ തന്നെ എന്താണ്? വെയ്റ്റിൻ്റെ യൂണിറ്റും രണ്ടും പഠിച്ചിരിക്കണം. എന്താണ്? ഫോഴ്സിൻ്റെ യൂണിറ്റും വെയ്റ്റിൻ്റെ യൂണിറ്റും ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? ന്യൂട്ടൺ ആണ് എഴുതേണ്ടത്, അല്ലേ? നോക്കിയേ, ഫോഴ്സിൻ്റെ യൂണിറ്റ് CJ സിസ്റ്റത്തിലാണ് നമ്മളൊക്കെ ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? ഡൈൻ എഴുതണം, അല്ലേ? ഡൈനാണ് CJ സിസ്റ്റത്തിൽ എന്ത് ചെയ്യുക? ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് ഡൈനാണ്. നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റ് ആണ്? ഓക്കെ, ഒരാൾ ആൻസർ ചെയ്തു. ഓപ്ഷൻ എ, എനർജി ആണെന്ന് പറഞ്ഞു. ഒരാൾ എന്താ പറഞ്ഞത്? ഫോഴ്സ് ആണോ? അല്ല, നേരത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. എന്താണ്? എനർജിയുടെ യൂണിറ്റ് ആണോ കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ? എന്തിൻ്റെ യൂണിറ്റ് ആണ്? ഫ്രീക്വൻസി. ഫ്രീക്വൻസിയുടെ യൂണിറ്റ്സ് എന്താണ്? ഹെഡ്സ്. കേട്ടിട്ടുണ്ടോ? ഹെഡ്സ്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഹെഡ്സ് ആണ്. കിലോ വാട്ട് അവർ, അല്ലേ, എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിൻ്റെ യൂണിറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഫോഴ്സിൻ്റെ ആണോ, ഹീറ്റിൻ്റെ ആണോ, എനർജിയുടെ ആണോ, ഫ്രീക്വൻസി ആണോ? ഇത് രണ്ടും എല്ലാം നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി നമുക്കുള്ള ഏതൊക്കെയാണ്? എനർജിയും ഉണ്ട്, ഹീറ്റും ഉണ്ട്. ഹീറ്റിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതേണ്ടത്? എന്താണ്? ഹീറ്റിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ജൂളാണ് ഹീറ്റിൻ്റെത്. എന്നിട്ട് നമുക്ക് ആൻസർ എന്ത് എഴുതാം? ഓപ്ഷൻ എ, എനർജി എഴുതാം. അതായത് നോക്കി, കിലോ വാട്ട് അവർ എന്നറിയപ്പെടുന്നത് എന്തിൻ്റെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതേണ്ടത്? എനർജിയുടെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുക? കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്. ഓക്കെ ആണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്നിട്ട് നോക്കി, നമുക്ക് കുറച്ച് പോയിന്റ് അല്ലാതെ പഠിക്കാം. നോക്കി, എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കി. കുറച്ച് യൂണിറ്റ്സുകൾ ഞാൻ പറയാം, നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ ഒന്ന് പറഞ്ഞു നോക്കണം കേട്ടോ. നോക്കി, നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ട ഇതാണ്
കറണ്ടിൻ്റെ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കറണ്ട് മെഷർമെൻറ്റ് ചെയ്യുന്ന SI യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കറണ്ടിൻ്റെ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആംപിയർ ആണ് അല്ലേ? ആംപിയർ ആണ് കറണ്ടിൻ്റെ SI യൂണിറ്റ്. കെൽവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ യൂണിറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുത്തരം നൽകാൻ പറ്റും നമുക്ക്? എന്താണ് കെൽവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടെമ്പറേച്ചർ അല്ലേ? ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് ആണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? എന്താ? കെൽവിൻ എന്നറിയപ്പെടുന്നത് അല്ലേ? ഇതിൽ നോക്കി, കെൽവിൻ്റെ SI യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ടെമ്പറേച്ചർ ആണ്. കറണ്ടിൻ്റെ SI യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ആംപിയർ ആണ്. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് കേട്ടിട്ടുണ്ടോ? റെസിസ്റ്റൻസ് നമുക്ക് സർക്യൂട്ടിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇതെന്ത് ചെയ്യുകയാണ്? റെസിസ്റ്റൻസ് എന്ന് പറയും നമ്മളല്ലേ, അതിനെ തടയുക, കറണ്ടിൻ്റെ ഫ്ലോയെ തടയുന്നുണ്ട്. ഈ റെസിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് എഴുതേണ്ടത്? ഓം ആണ് റെസിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. അതിനെ നോക്കി, ഫിസിക്സിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത്, കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു പോകണം. ക്ലിയർ ആണോ? റെസിസ്റ്റൻസിൻ്റെ ഓം ആണ്, കറണ്ടിൻ്റെ ആംപിയർ ആണ്, കെൽവിൻ എന്തിൻ്റെയാണ്? ടെമ്പറേച്ചർ ആണ്. ഇനി നോക്കിയേ, മോൾ എന്തിൻ്റെയാണ്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എന്താണ്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നുണ്ട്? മോൾ എന്നറിയപ്പെടുന്നത് അല്ലേ? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ് എന്തെന്നറിയപ്പെടുന്നത്? മോൾ എന്നറിയപ്പെടുന്നത്. ഇനി നോക്കിയേ, ലൂമിനസ് ഇൻറ്റൻസിറ്റി അല്ലേ? ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്നറിയപ്പെടുന്നതിൻ്റെ SI യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെഴുതണം? ക്യാൻഡില എഴുതണം അല്ലേ? ക്യാൻഡിലയാണ് ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ SI യൂണിറ്റ് എന്ന് അറിയപ്പെടുന്നത്. എന്നിട്ട് നോക്കി, ലൂമിനസ് ഇൻറ്റൻസിറ്റി, കെൽവിൻ, ടെമ്പറേച്ചർ, ആംപിയർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ ആണ് അല്ലേ? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഡിറൈവ് ചെയ്തെടുക്കുന്ന ക്വാണ്ടിറ്റീസിനെയാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. അതായത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ട് ആ ചാപ്റ്ററും കവർ ചെയ്ത് പോകണം. ഓക്കെ ആണ്? ക്ലിയർ ആണല്ലോ? ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനലാണ് ആൻഡ്രൻ ആർമി നേവി SSC RRB. ഡെയിലി നമുക്ക് ക്വസ്റ്റ്യൻസുകൾ ലഭിക്കുകയും അതോടൊപ്പം തന്നെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ട് എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയും നമ്മുടെ ലൈവ് സെക്ഷൻസിൻ്റെ എല്ലാത്തിൻ്റെയും PDF നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തത് നമ്മുടെ ടെലഗ്രാം ചാനലാണ്. കറക്റ്റ് അപ്ഡേഷൻസ് നിങ്ങൾക്ക് അതിനകത്ത് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യും. അതനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ഇതുവരെ ഫോളോ ചെയ്യാത്തവർ നമ്മുടെ ടെലഗ്രാം ചാനൽ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെ ആണ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, obstetrics and gynecology is a wide and varied range of medicines which is called. എന്താ പറഞ്ഞേക്കുന്നത്? ഒബ്സ്ട്രിക്സ് അല്ലേ? ഒബ്സ്ട്രിക്സ് എന്നറിയപ്പെടുന്നത് ഏതുമായിട്ട് റിലേറ്റഡ് ആണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? നോക്കി, നമുക്ക് നോക്കാം, ഓരോന്ന് ഓപ്ഷൻ നോക്കാം. ഹെർപ്പറ്റോളജി കേട്ടോ? ഹെർപ്പറ്റോളജി ആണോ? ഓപ്ഷൻ ബി ഗൈനക്കോളജി ആണോ? ദെൻ ഓപ്ഷൻ സി ഡെർമറ്റോളജി ആണോ? ദെൻ ഓപ്ഷൻ ഡി റൈനോളജി ആണോ? ഒബ്സ്ട്രക്കിൾസ് അല്ലേ? ഇതൊക്കെ ഒബ്സ്ട്രക്സ് എന്നറിയപ്പെടുന്നത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡുമായിട്ട് എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത സ്റ്റഡിയെക്കുറിച്ചുള്ള പഠനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതാണ്? ഡെർമറ്റോളജി ആണോ? അല്ല, ഏതാണ്? ഗൈനക്കോളജി ആണ്. ഓപ്ഷൻ ഏതാണ്? ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി നോക്കിയേ, ഹെർപ്പറ്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് സ്നേക്ക് അല്ലേ? എന്താണ്? സ്റ്റഡി ഓഫ് സ്നേക്ക് ആണ് എന്തെന്നറിയപ്പെടുക? ഹെർപ്പറ്റോളജി എന്നറിയപ്പെടുന്നത്. ഇനി ഏതാണ്? ഡെർമറ്റോളജി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഡെർമറ്റോളജി അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റ് ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമായിട്ട് റിലേറ്റഡ് ആണ് ഡെർമറ്റോളജി? സ്കിന്നുമായിട്ട് അല്ലേ? നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നു? സ്കിന്നുമായിട്ട് അല്ലേ? സ്റ്റഡി ഓഫ് എന്താണ്? സ്കിന്ന്. സ്റ്റഡി ഓഫ് സ്കിന്നാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്തെഴുതണം? ഡെർമറ്റോളജി എഴുതണം. ക്ലിയർ ആണോ? ഇനി റൈനോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? നമ്മുടെ നോസുമായിട്ട് അല്ലേ? നോസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുക? റൈനോളജി എന്നറിയപ്പെടുന്നത്. എന്നിട്ട് നോക്കിയേ, നമ്മുടെ ബോഡി പാർട്സിൽ ഒരുപാട് ഓർഗൻസ് ഉണ്ട്. ഈ ഓർഗൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ഓർഗൻസിനും പ്രോപ്പറായിട്ടുള്ള സ്റ്റഡീസ് ഉണ്ട് അല്ലേ? നോക്കി, ഗൈനക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്ത് ചെയ്യുക? ലേഡീസുമായിട്ട് റിലേറ്റ് ചെയ്ത ടേമാണ് ഗൈനക്കോളജി എന്നറിയപ്പെടുന്നത്. ഡെർമറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കിന്നുമായിട്ട് അല്ലേ? നമ്മുടെ ബോഡിയുടെ സ്കിന്നുമായിട്ട് ലാർജസ്റ്റ് ഓർഗൻ ആണ് നമ്മുടെ ബോഡിയിലെ ലാർജസ്റ്റ് ഓർഗൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ എഴുതേണ്ടത്? ലാർജസ്റ്റ് ഓർഗൻ. നമ്മുടെ ബോഡി ലാർജസ്റ്റ് ഓർഗൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ എഴുതേണ്ടത്? സ്കിന്നാണ് നമ്മുടെ ബോഡിയിലെ ലാർജസ്റ്റ് ഓർഗൻ എന്നറിയപ്പെടുന്നത്. നമ്മുടെ ബോഡിയിലെ ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ് ചോദിക്കുന്നതെങ്കിൽ എന്തായിരിക്കും? ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്തെഴുതണം?
ലിവർ ആണ് നമ്മുടെ ലാർജസ്റ്റ് ഗ്ലാൻഡ് എന്ന് അറിയപ്പെടുന്നത് അല്ലേ. നമ്മുടെ ലാർജസ്റ്റ് ഗ്ലാൻഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ലിവർ ആണ്. ലാർജസ്റ്റ് ഓർഗൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സ്കിന്നാണ് ലാർജസ്റ്റ് ഓർഗൻ എന്ന് അറിയപ്പെടുന്നത് അല്ലേ. ഇനി നമ്മൾ ഇത്രയും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് പോയിന്റ്സ് കൂടെ നോക്കാം. ബോഡിയുമായിട്ട് റിലേറ്റ് ഹാർട്ടിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? കാർഡിയോളജി എഴുതണം അല്ലേ. കാർഡിയോളജി ആണ് ഇതെന്നറിയപ്പെടുക, സ്റ്റഡി ഓഫ് ഹാർട്ട് എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്ത് നോക്കിയേ, കിഡ്നി ആണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ അല്ലേ, സ്റ്റഡി ഓഫ് കിഡ്നി ആണെങ്കിൽ എന്ത് എഴുതണം? നെഫ്രോളജി അല്ലേ. സ്റ്റഡി ഓഫ് എന്താണ്? കിഡ്നിയെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്താ എഴുതേണ്ടത്? നെഫ്രോളജി ആണ് എഴുതേണ്ടത്. ലങ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? പൾമണോളജി അല്ലേ. പൾമണോളജി ആണ് നമ്മൾ എന്തെന്ന് പറയുക? സ്റ്റഡി ഓഫ് ലങ്സ് എന്ന് അറിയപ്പെടുന്നത്. നോക്കിയാൽ നമ്മുടെ ബോഡി ഓർഗൻസിൽ എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ഓർഗൻസിൽ എന്താണ്? ഓരോരോ സ്റ്റഡീസ് ആണ്. അതും എന്ത് ചെയ്യുക? ബയോളജിയിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതും എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ട് പഠിച്ചു പോകണം. ക്ലിയർ ആണേ? മൂന്നാമത്തെ ക്വസ്റ്റ്യനും ക്ലിയർ ആണേ? ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ബ്ലൂ ബേബി സിൻഡ്രം ഈസ് കോസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് വിച്ച് സോൾട്ട് ഇൻ വാട്ടർ? വാട്ടറിനകത്ത് കാണപ്പെടുന്ന ഏത് സോൾട്ടിൻ്റെ കോസ്റ്റ് കൊണ്ടാണ് ബ്ലൂ ബേബി സിൻഡ്രോം എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാകുന്നത്? ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ കാർബണേറ്റ്സ്, ഓപ്ഷൻ ബി നൈട്രേറ്റ്സ്, ഓപ്ഷൻ സി ക്ലോറൈഡ്, ദെൻ ഓപ്ഷൻ ഡി സൾഫേറ്റ്സ്. ഏതായിരിക്കും ആൻസർ? ബ്ലൂ ബേബി സിൻഡ്രോം എന്ന് പറയുന്നത് എന്തിൻ്റെ പ്രസൻസ് കൊണ്ടുണ്ടാകുന്ന ഡിസീസാണ്? കാർബണേറ്റ്സ് ആണോ, നൈട്രേറ്റ്സ് ആണോ, ക്ലോറൈഡ് ആണോ, അതോ സൾഫൈഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ഉത്തരം നൽകാനായിട്ട് പറ്റും? എന്തായിരിക്കും നിങ്ങൾ ഉത്തരം നൽകുക? എന്തെങ്കിലും ഒരു ആൻസർ പറഞ്ഞു നോക്കി, ഗസ് ചെയ്ത് നോക്കി. എന്തായിരിക്കും? ഏതെങ്കിലും ഒരു രീതിയിൽ ഒരെണ്ണം പറഞ്ഞു നോക്കിയേ, ഗസ് ചെയ്ത് നോക്കിയേ. ഏതെങ്കിലും ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. പറ്റുന്നുണ്ടോ? ഇല്ല. നോക്കി, ഏതാണ്? ഓപ്ഷൻ ബി നൈട്രേറ്റ്സിൻ്റെ എന്താണ്? പ്രസൻസ് കൊണ്ടാണ്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, രണ്ടുപേരും ആൻസർ ചെയ്തു. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ബ്ലൂ ബേബി സിൻഡ്രോം എന്ന്. അല്ലെങ്കിൽ എന്താണ്? നൈട്രേറ്റ്സിൻ്റെ പ്രസൻസ് കൊണ്ട് വാട്ടറിനകത്ത് കാണപ്പെടുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുക? ബ്ലൂ ബേബി സിൻഡ്രോം ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമിയിൽ 2026 ആർമി റാലീസിൻ്റെ ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് എന്നറിയപ്പെടുന്നത് നമുക്ക് ഏതൊക്കെ കോഴ്സസ് ആണ്? ആർമി GD, ട്രേഡ്സ്മാൻ, ഓഫീസ് അസിസ്റ്റൻറ്റ്, ടെക്നിക്കൽ, നേഴ്സിംഗ് അസിസ്റ്റൻറ്റ്. ഇതിൻ്റെ എല്ലാം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് സെക്ഷൻസ് ആയിട്ടായിരിക്കും നമ്മൾ ഓൺലൈനിൽ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക. ലൈവ് സെക്ഷനായിട്ട് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സെയിം ക്ലാസ് ഈവനിങ്ങുള്ളിൽ നിങ്ങൾക്ക് നമ്മുടെ ആൻഡ്രോയിഡിൻ്റെ ഒഫീഷ്യൽ ആപ്പിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ മോഡൽ പേപ്പറുകളും വീക്ക്ലി നമുക്ക് എന്താണ് വർക്കൗട്ട് ഷീറ്റുകളും നിങ്ങൾക്ക് നൽകുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ 150 എബോവ് മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ആപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെയും ജോയിൻ ചെയ്യാത്തവർ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക? ഏതെങ്കിലും അപ്ലൈ ചെയ്തിട്ടുള്ള ട്രേഡിനനുസരിച്ചുള്ള ക്ലാസ് പർച്ചേസ് ചെയ്യുക. ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ട് ഒരു റോൾ കൊണ്ടുപോയി എന്ത് ചെയ്യുക? ആ രീതിയിൽ നമ്മളൊരു എക്സാമിനെ കാണുക, അല്ലെങ്കിൽ അതുപോലെ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കോഴ്സസ് റിലേറ്റഡ് ആയിട്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. നിങ്ങൾക്ക് കറക്റ്റ് റിപ്ലൈ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ലഭിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺവേർട്സ് കെമിക്കൽ എനർജി ടു ലൈറ്റ് എനർജി? താഴെ തന്നിരിക്കുന്നതിനകത്ത് കെമിക്കൽ എനർജി ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഉപകരണം അല്ലെങ്കിൽ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ഇലക്ട്രിക് സെല്ല്, ഓപ്ഷൻ ബി സിത്താർ, ഓപ്ഷൻ ബി ക്യാൻഡിൽ, ദെൻ ഓപ്ഷൻ ഡി ഡൈനാമോ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് പറഞ്ഞേക്കുന്നത് ഇതാണ്. കെമിക്കൽ എനർജിയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കൺവേർട്ട് ചെയ്യുന്നത് ഏത് ഫോമിൽ അല്ലെങ്കിൽ ഏതാണ് അങ്ങനെ എനർജി എന്ത് ചെയ്യുക? കൺവേർട്ട് ചെയ്ത് മാറ്റുന്നത്. നമുക്കറിയാം എനർജിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? എനർജി അല്ലേ, കൺസർവേഷൻ ഓഫ് എനർജി തിയറം അനുസരിച്ച് ഒരു എനർജിയെ നമുക്ക് നശിപ്പിക്കാനോ പുനരായിട്ട് നിർമ്മിക്കാനോ എന്ത് ചെയ്യത്തില്ല? സാധിക്കില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഏതെങ്കിലും ഒരു ഫോമിൽ നിന്ന് ഒരു എനർജി എന്ത് ചെയ്യാൻ പറ്റും? മറ്റൊരു ഫോമിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കെമിക്കൽ എനർജിയെ നമ്മൾ എന്ത് ചെയ്യുക? ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് താഴെ തന്നിരിക്കുന്നത് ഏതായിരിക്കും ആൻസർ? സിത്താർ അല്ല, ക്യാൻഡിൽ അല്ല, ഡൈനാമോ. ഏതാണ്? ഇലക്ട്രിക് സെല്ലാണ് നമ്മൾ എന്ത് ചെയ്യുക? യൂസ് ചെയ്യുന്നത്. ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. കിട്ടുന്നുണ്ടല്ലോ, ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. 5ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക്
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. TSH is secreted by which of the following gland? നോക്കി, ഏതാണ് താഴെ തന്നിരിക്കുന്നതിനകത്ത് CHS പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ് ഗ്ലാൻഡ് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ പാൻക്രിയാസ്, ഓപ്ഷൻ ബി ലിംഫൽ ഗ്ലാൻഡ്, ഓപ്ഷൻ സി ഏതാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ്, ദെൻ ഓപ്ഷൻ ഡി തൈറോയ്ഡ് ഗ്ലാൻഡ്. അല്ലേ, നോക്കി 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് ചോദിച്ചത് എന്താണ്? TSH അല്ലേ സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത്? ഓക്കെ, നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏതാണ്? തൈറോയിഡ് ഗ്ലാൻഡ്. ഏതാണ്? തൈറോയ്ഡ് ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നു. അല്ലെ, എന്താണ് തൈറോയ്ഡ് ഗ്ലാൻഡ്? എവിടെ കാണപ്പെടുക? നമ്മുടെ വിൻഡ് പൈപ്പിന് ഇരുവശത്തായിട്ട് കാണപ്പെടുന്നുണ്ട്. ഈ കാണപ്പെടുന്ന ഗ്ലാൻഡിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുക? തൈറോയ്ഡ് ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത്. അല്ലേ, നമ്മുടെ വിൻഡ് പൈപ്പിന് ഇരുവശത്തായിട്ട് കാണപ്പെടുന്നവയാണ്. ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? തൈറോക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? തൈറോക്സിൻ ആണ്. ഈ തൈറോക്സിനെ ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുക? തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ തൈറോയ്ഡ് ഗ്ലാൻഡിന് ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് എന്തെന്നറിയപ്പെടുക? ഗോയിറ്റർ എന്നറിയപ്പെടുന്നു. അല്ലേ, എന്താണ് ഗോയിറ്റർ എന്നറിയപ്പെടുന്ന ഡിസീസ്? എന്താണ്? തൈറോയ്ഡ് ഗ്ലാൻഡിന് കാണപ്പെടുന്ന വീക്കമാണ് എന്തെന്ന് പറയുക? ഗോയിറ്റർ എന്നറിയപ്പെടുക. ഏതിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അയഡിൻ്റെ കുറവ് മൂലം. അല്ലേ, അയഡിൻ്റെ കുറവ് മൂലം നമുക്കുണ്ടാകുന്ന ഡിസീസാണ് എന്തെന്നറിയപ്പെടുക? ഗോയിറ്റർ എന്നറിയപ്പെടുന്നത്. അല്ലേ, ഈ ഗോയിറ്റർ ഡിസീസ് ഗ്ലാൻഡിനെ ബാധിക്കുന്നുണ്ട്. ഈ ഗ്ലാൻഡ് എന്ത് ചെയ്യുന്നു? പുറത്തോട്ട് വീങ്ങി കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇനി നോക്കിയേ, അടുത്തതാണ് പാൻക്രിയാസ്. അല്ലേ, പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഇൻസുലിൻ. കേട്ടിട്ടുണ്ടോ? ഇൻസുലിൻ ആണ് പാൻക്രിയാസ് എന്ത് ചെയ്യുക? പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ എന്നറിയപ്പെടുക. എന്താണ് ഇൻസുലിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എന്താണ് ഹ്യൂമൻ ബോഡിയിൽ എന്താ ചെയ്യുക? ഹ്യൂമൻ ബോഡിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? എന്താണ് അതായത് ഷുഗറിൻ്റെ ലെവല്, ബ്ലഡ് ഷുഗറിൻ്റെ ലെവല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഇൻസുലിൻ ആണ്. ഇതെന്ത് ചെയ്യുകയാണ്? നമ്മുടെ ബോഡിയിൽ പ്രോപ്പറായിട്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഡിസീസിന് കാരണമാകുന്നുണ്ട്, അല്ലെങ്കിൽ ഏതിന് രോഗത്തിന് കാരണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഡയബറ്റീസ്. കേട്ടോ, ഷുഗർ അല്ലേ, ഡയബറ്റീസ് എന്ന് പറയുന്ന ഡിസീസിന് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കാരണക്കാരാവുന്നുണ്ട്. റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പാൻക്രിയാസ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല? ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുക? കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഷുഗർ പേഷ്യൻസ് ആകുന്നുള്ളത്. അല്ലേ, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസുലിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നോർമലായിട്ട് ഇഞ്ചെക്ട് ചെയ്യും. അതുപോലെ ടാബ്ലറ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? TSH എന്നറിയപ്പെടുന്നത് എന്ത് സെക്രീറ്റ് ആണെന്ന് ചോദിച്ചാൽ ഏതാണ് എഴുതേണ്ടത്? ഓപ്ഷൻ ഡി തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മൾ എന്തെന്നറിയപ്പെടുക? TSH എന്ന് അറിയപ്പെടുന്നത്. 6ാമത്തെ ക്വസ്റ്റ്യനും ക്ലിയർ ആണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് മെറ്റൽ ഈസ് പ്രസന്റ് ഇൻ ക്ലോറോഫിൽ? എന്താ പറഞ്ഞേക്ക? ക്ലോറോഫിലിനകത്ത് കാണപ്പെടുന്ന മെറ്റൽ താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് കണ്ടുപിടിക്കാനാണ്. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ മാംഗനീസ്, ഓപ്ഷൻ ബി കാൽസ്യം, ഓപ്ഷൻ സി മഗ്നീഷ്യം, ദെൻ ഓപ്ഷൻ ഡി നൈട്രേറ്റ്സ്. ഏതായിരിക്കും ക്ലോറോഫിലിനകത്ത് കാണപ്പെടുന്ന മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതുക? എന്തായിരിക്കും? മാംഗനീസ് ആണോ, കാൽസ്യം ആണോ, മഗ്നീഷ്യം ആണോ, നൈട്രേറ്റ്സ് ആണോ? ഏതാണ് ആൻസർ? നോക്കാം നമുക്ക്, ഓരോന്ന് നോക്കാം. കാൽസ്യത്തിനെ റെപ്രസെൻറ്റ് ചെയ്തതാണ് സി. എ കൊണ്ട് നമ്മൾ കാൽസ്യത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. നമ്മുടെ ബോഡിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ബോൺസിൻ്റെ സ്ട്രെങ്ത്തിന് കാരണമായിട്ടുള്ള ബോൺസിൻ്റെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സ്ട്രെങ്തിന് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കാൽസ്യം കണ്ടന്റ് ആയിട്ടുള്ള ഫുഡാണ്. നമ്മുടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്ലോറോഫിൽ. എന്താണ് ക്ലോറോഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് പ്ലാന്റ്സ് അല്ലേ, പ്ലാന്റ്സിന് ഗ്രീൻ കളറിലെ പിഗ്മെന്റ് അല്ലേ, പ്ലാന്റ്സിന് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രീൻ കളർ നൽകുന്ന, അല്ലെങ്കിൽ എന്താണ് ലീഫിന് ഗ്രീൻ കളർ നൽകുന്ന പിഗ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് എഴുതേണ്ടത്? ക്ലോറോഫില്ലാണ് എഴുതേണ്ടത്. അല്ലേ, അതായത് ലീഫ് അല്ലേ, നമ്മൾ ചെടികളിൽ കാണപ്പെടുന്ന ഇലകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പച്ച നിറം നൽകുന്ന അല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ പിഗ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ക്ലോറോഫില്ലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹെയറിനൊക്കെ ബ്ലാക്ക് കളർ നൽകുന്ന പിഗ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മെലാനിൻ. കേട്ടോ, മെലാനിൻ ആണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിക്ക്, അതുപോലെ തന്നെ നമ്മുടെ മുടിക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കറുപ്പ് നിറം നൽകുന്ന പിഗ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? എന്താണ് ആൻസർ എഴുതേണ്ടത്? അറിയാമോ? ഏതാണ്? മെലാനിൻ ആണ് നമ്മൾ എന്ത് ചെയ്യുക? ആൻസർ എഴുതേണ്ടത്. നമ്മുടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈ ക്ലോറോഫിൽ എന്ന് പറഞ്ഞാൽ എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് പ്ലാന്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന പിഗ്മെൻ്റ് ആണ് എന്തെന്ന് പറയുക? ക്ലോറോഫിൽ. അല്ലേ, ഈ ക്ലോറോഫിലിൻ്റെ പ്രസൻസിൽ സൺലൈറ്റ്, അതുപോലെ കാർബൺ ഡയോക്സൈഡ് ഇതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫുഡ് നിർമ്മിക്കുന്നുണ്ട്. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ് എന്നറിയപ്പെടുന്നത്. ഈ ഫോട്ടോസിന്തസിസ് നടത്താൻ വേണ്ടി എന്ത് ചെയ്യുന്നു? പ്രകാശമുള്ള സമയത്ത് മാത്രമാണ് പ്ലാന്റ്സ് ആക്റ്റീവായിട്ട് കാണപ്പെടുന്നത്.
അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന പിഗ്മെൻ്റ് ആണ് എന്ന് പറയുക ക്ലോറോഫിൽ എന്നറിയപ്പെടുന്നത്. ഈ ക്ലോറോഫില്ല് അടങ്ങിയിരിക്കുന്ന മെറ്റലാണ് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ എന്താണ് എഴുതേണ്ടത്? ഓപ്ഷൻ സി മഗ്നീഷ്യമാണ് എഴുതേണ്ടത്. ഏതാണ്? മഗ്നീഷ്യമാണ്. Mg കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. Mg കൊണ്ട് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? മഗ്നീഷ്യത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. നോക്കി എന്താണ് ക്ലോറോഫിലിനകത്ത് കാണപ്പെടുന്ന പിഗ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? മഗ്നീഷ്യമാണ് എഴുതേണ്ടത്. ക്ലിയർ ആണേ? ഓക്കെ ആണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. The common name of the compound CaCaOCl2 is എന്താണ് പറഞ്ഞേക്കുക? CaOCl2 എന്നറിയപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നതിനകത്ത് എന്തിൻ്റെ പേരാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ബ്ലീച്ചിങ് പൗഡർ, ഓപ്ഷൻ ബി വാഷിംഗ് സോഡ, ഓപ്ഷൻ സി ബേക്കിംഗ് സോഡ, ദെൻ ഓപ്ഷൻ ഡി ജിപ്സം. 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് നോക്കിയതാണ് വാഷിംഗ് സോഡ അറിയപ്പെടുന്ന പേരെന്താണ്? ബേക്കിംഗ് സോഡ അറിയപ്പെടുന്ന പേരെന്താണ്? എന്തായിരിക്കും? എന്താണ്? സോഡിയം ബൈകാർബണേറ്റ് എന്നറിയപ്പെടുന്നത് അല്ലേ? സോഡിയം ബൈകാർബണേറ്റ് എന്നറിയപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ബേക്കിംഗ് സോഡയാണ്. സോഡിയം ബൈകാർബണേറ്റ് എന്നറിയപ്പെടുന്നുണ്ട്. വാഷിംഗ് സോഡ എന്തെന്നറിയപ്പെടുന്നുണ്ട്? സോഡിയം കാർബണേറ്റ് അല്ലേ? സോഡിയം കാർബണേറ്റ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്താ എഴുതേണ്ടത്? വാഷിംഗ് സോഡ എഴുതണം. CaOCl2 എന്നറിയപ്പെടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എന്താണ്? ബ്ലീച്ചിങ് പൗഡറിനെ പറയുന്ന കോമൺ നെയിമാണ് എന്തെന്നറിയപ്പെടുക? CaOCl2 എന്ന് അറിയപ്പെടുന്നത്. ബ്ലീച്ചിങ് പൗഡർ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ജിപ്സം അല്ലേ? ജിപ്സം എന്ത് ചെയ്യുന്നു? വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്തെന്ന് പറയുക? ബ്ലീച്ചിങ് പൗഡർ എന്നറിയപ്പെടുന്നത്. ഈ ബ്ലീച്ചിങ് പൗഡർ അല്ല, ജിപ്സം എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്തെന്ന് പറയുക? ഇപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് തിരിഞ്ഞതാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് അല്ലേ? പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് നമുക്ക് എന്ത് ചെയ്യുക? ജിപ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റ് എന്നറിയപ്പെടുന്നത് അല്ലേ? അതിനകത്ത് വാട്ടറുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കിട്ടുന്നുണ്ട്. ക്ലിയർ ആണേ? ഓക്കെ ആണോ? എട്ടാമത്തെ ക്വസ്റ്റ്യനും ക്ലിയർ ആണേ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. 9ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഇനോർഗാനിക് മോളിക്യൂൾ ഹാസ് ദ കെമിക്കൽ ഫോർമുല. താഴെ നോക്കിയേ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുക? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്നറിയപ്പെടുന്നത് ഒരു ഇനോർഗാനിക് മോളിക്യൂൾ ആണ്. ഈ ഇനോർഗാനിക് മോളിക്യൂളിൻ്റെ കെമിക്കൽ ഫോർമുല താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ്? മഗ്നീഷ്യം നമ്മൾ ആദ്യം പഠിക്കേണ്ട ഇതാണ്. മഗ്നീഷ്യത്തിൻ്റെ സിമ്പൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? Mg കൊണ്ടാണ് നമ്മൾ മഗ്നീഷ്യത്തിൻ്റെ സിമ്പൽ റെപ്രസെൻറ്റ് ചെയ്യുക അല്ലെ? കുറച്ച് സിമ്പിൾസ് നമുക്ക് നോക്കാം. ഏതാണ്? ഗോൾഡ് ഏതുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു? Au അല്ലേ? എന്താണ്? Au ആണ് ഗോൾഡിൻ്റെ സിമ്പൽ എന്നറിയപ്പെടുന്നത് അല്ലേ? Ag എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ സിമ്പലാണ്? സിൽവറിൻ്റെ സിമ്പലാണ് എന്തെന്നറിയപ്പെടുക? Ag എന്നറിയപ്പെടുന്നത്. Au എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോൾഡിൻ്റെയും. Ag എന്ന് പറഞ്ഞാൽ എന്താണ്? സിൽവറിൻ്റെതും. Fe എന്ന് പറഞ്ഞാൽ എന്താണ്? അയണിൻ്റെയാണ് അല്ലേ? Fe എന്ന് പറഞ്ഞാൽ ഏതിൻ്റെയാണ്? അയണിൻ്റെയാണ്. Ca കേട്ടോ? Ca കാൽസ്യം അല്ലേ? Ca എന്ന് പറഞ്ഞാൽ എന്താണ്? കാൽസ്യത്തിൻ്റെ സിമ്പലാണ് Ca എന്നറിയപ്പെടുക. Cl എന്നറിയപ്പെടുന്നത് എന്താണ്? ക്ലോറിൻ അല്ലേ? ക്ലോറിൻ്റെ സിമ്പലാണ് എന്തെന്നറിയപ്പെടുക? Cl എന്നറിയപ്പെടുന്നത്. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാർബണിൻ്റെ സിമ്പലാണ് എന്തെന്നറിയപ്പെടുക? C എന്നറിയപ്പെടുന്നത് അല്ലേ? Zn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെയാണ്? സിങ്ക് അല്ലേ? സിങ്കിൻ്റെ സിമ്പലാണ് എന്തെന്നറിയപ്പെടുക? Zn എന്ന് അറിയപ്പെടുന്നത്. അന്നേരം നോക്കി നമ്മൾ കുറച്ച് സിമ്പിൾസ് നമ്മൾ പഠിച്ചു. W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടങ്സ്റ്റൺ കേട്ടോ? ടങ്സ്റ്റൻ്റെ സിമ്പലാണ് എന്തെന്നറിയപ്പെടുക? W കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഏതാണ്? ടങ്സ്റ്റൺ ആണ്. നമ്മുടെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. മഗ്നീഷ്യ ഹൈഡ്രോക്സൈഡ് നോക്കാം നമുക്ക്. Ca എന്ന് പറഞ്ഞാൽ എന്താണ്? കാൽസ്യമായിട്ട് റിലേറ്റഡ് ആണ്. അന്നേരം ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റും. Ca എന്ന് പറഞ്ഞാൽ അതും കാൽസ്യമാണ്, ഇതും എന്താണ്? കാൽസ്യമാണ്. മഗ്നീഷ്യത്തിൻ്റെ സിമ്പൽ നമുക്കറിയാം Mg ആണ്. അന്നേരം നോക്കി ഏതാണ് മഗ്നീഷ്യത്തിൻ്റെ സിമ്പിളായിട്ട് വരിക എന്ന് ചോദിച്ചാൽ ഏതാണ്? MgOH ട്വൈസ് ആണ് എന്തെന്നറിയപ്പെടുക? മഗ്നീഷ്യ ഹൈഡ്രോക്സൈഡിൻ്റെ സിംബോളിക് അല്ലെ കെമിക്കൽ ഫോർമുല എന്ന് അറിയപ്പെടുന്നത്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ ആണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ലെപ്രസി ഈസ് ആൻ
ഇൻഫെക്ഷൻസ് ഡിസീസ് കോസ്ഡ് ബൈ ബാക്ടീരിയ കോൾഡ് ലെപ്രസി ഡിസീസിന് കാരണമായിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഡിസീസിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ നോക്കാം നമുക്ക്. മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ്, ഓപ്ഷൻ സി മൈക്കോ ബാക്ടീരിയം ലെപ്രെ, ഓപ്ഷൻ സി സാൽമോണല്ല ടൈഫി, ദെൻ ഓപ്ഷൻ ഡി മെനിങ്കോ കോളെ. ഏതായിരിക്കും ആൻസർ? മെനിങ്കോ കൊക്കോളയാണോ അതോ സാൽമോണല്ല ടൈഫി ആണോ, മൈക്കോ ബാക്ടീരിയം ലെപ്രെ ആണോ അതോ മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണോ ആൻസർ? ഏതായിരിക്കും ആൻസർ? ലെപ്രസി ഡിസീസിന് കാരണമായിട്ടുള്ളത് ഏതായിരിക്കും ആൻസർ? ഏതായിരിക്കും ആൻസർ? ലെപ്രസി ഈസ് ആൻ ഇൻഫെക്ഷണൽ ഡിസീസ് കോസ്ഡ് ബൈ ബാക്ടീരിയ ഓഫ് ഏതാണ്? എന്തായിരിക്കും ആൻസർ വരിക? ലെപ്രസി ഈസ് ആൻ ഇൻഫെക്ഷണൽ ഡിസീസ് കോസ്ഡ് ബൈ ബാക്ടീരിയ കോൾഡ് ഏതായിരിക്കും ആൻസർ? ഓക്കെ, ആൻസറുകൾ ചെയ്തു. ഏതാ? മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണോ? ട്യൂബർക്കുലോസിസ് എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ട്യൂബർക്കുലോസിസ് ലങ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് ആണ്. ലങ്സുമായിട്ട് റിലേറ്റഡ് ആണ് ട്യൂബർക്കുലോസിസ് എന്നറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ഏതാണ്? ടി ബി. കേട്ടിട്ടുണ്ടോ? ടി ബി. ട്യൂബർക്കുലോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടി ബി അല്ലേ? ടി ബി ഡിസീസിന് കാരണമായിട്ടുള്ളത് നമ്മൾ എന്ത് ലങ്സിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. ഇതിനെതിരായിട്ട് നമ്മൾ എടുക്കുന്ന വാക്സിനാണ് BCG എന്നറിയപ്പെടുന്ന വാക്സിൻ അല്ലേ? അന്നേരം നോക്കി, എന്നാൽ ലങ്സിനെ ബാധിക്കുന്ന ഡിസീസാണ് ട്യൂബർക്കുലോസിസ് എന്നറിയപ്പെടുന്നത്. അതിന് കാരണമായിട്ടുള്ളതാണ് എന്താ മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്നറിയപ്പെടുന്നത്. നമ്മുടെ ചോദിച്ച ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ലെപ്രസിക്ക് ഡിസീസിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്താണ് ആൻസർ എഴുതേണ്ടത്? മൈക്കോ ബാക്ടീരിയം ലെപ്രയാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, 11ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇതായി ഡിസീസ് ഈസ് കോസ്ഡ് ബൈ എന്താണ് പറഞ്ഞേക്ക? ഇതായി ഡിസീസിന് കാരണമായിട്ടുള്ളത് ഓപ്ഷൻ എ നോക്കിയേ മെർക്കുറി, ഓപ്ഷൻ ബി കാഡ്മിയം, ഓപ്ഷൻ സി ആഴ്സനിക്, ദെൻ ഓപ്ഷൻ ഡി നൈട്രേറ്റ്. 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് എന്താ പറഞ്ഞേക്കാം? ഇതായി ഡിസീസ് കാരണമായിട്ടുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. എന്തായിരിക്കും ആൻസർ? ഏതായിരിക്കും ആൻസർ? ഇതായി ഡിസീസിന് കാരണമായിട്ടുള്ള നോക്കിയേ. മെർക്കുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത? ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന എന്താണ് മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാണ് എഴുതേണ്ടത്? മെർക്കുറിയാണ് എഴുതേണ്ടത്. ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന നോൺ മെറ്റൽ ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ആൻസർ എഴുതണം? ബ്രോമിൻ എഴുതണം അല്ലേ? ബ്രോമിൻ ആണ് ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന നോൺ മെറ്റൽ എന്നറിയപ്പെടുന്നത്. കൂടെ ചോദിച്ചത് എന്താണ്? ഇതായി ഡിസീസ് കോസ്ഡ് ബൈ എന്തിന് കാരണമാണ്? നോക്കി ഏതാണ്? ഓക്കെ, നൈട്രേറ്റ് ആണ്. ഒരാൾ ആൻസർ പറഞ്ഞു നൈട്രേറ്റ് ആണെന്ന്, ഒരാൾ ആൻസർ പറഞ്ഞു മെർക്കുറി ആണെന്ന് പറഞ്ഞു. എന്തായിരിക്കും ആൻസർ? ഇതായി ഡിസീസ് കാരണമായിട്ടുള്ളത് ബ്രോമിൻ എന്ന് പറഞ്ഞാൽ എന്തിന് എക്സാമ്പിൾ ആണ്? മീൻസ് ബ്രോമിൻ എന്ന് പറഞ്ഞാൽ എന്താ? ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന നോൺ മെറ്റൽ ആണ് അല്ലേ ബ്രോമിൻ എന്നറിയപ്പെടുന്നു. ഇവർ രണ്ടുപേരെയും അറിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ഒരാളെയും കൂടെ പഠിക്കണം. ഏതാണ്? ഗാലിയം. കേട്ടുണ്ടോ? ഗാലിയം. എന്താണ് ഗാലിയത്തിൻ്റെ പ്രത്യേകത? നോർമലി കാണുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? സോളിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്നുണ്ട്. പക്ഷേ എന്താണ്? നമ്മുടെ ബോഡി ടെമ്പറേച്ചറോ ആയിട്ടോ അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ബോഡി ടെമ്പറേച്ചറോ ആയിട്ടോ കോൺടാക്റ്റിൽ വരുന്ന സമയത്ത് കോൺടാക്റ്റിൽ വരുന്ന സമയത്ത് എന്താണ് കാരണമായിട്ടുള്ളത്? അല്ലെങ്കിൽ എന്താണ് ബോഡി ടെമ്പറേച്ചർ തട്ടുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറുന്നുണ്ട് അല്ലേ? ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറുകയാണെങ്കിൽ ഇതിനെ പറയുന്ന പേരാണ് നമ്മൾ എന്നറിയപ്പെടുക? ഗാലിയം എന്ന് പറയുന്ന മെറ്റലിന് ചോദിച്ചേക്കുന്നത്. നമ്മുടെ ഓക്കെ 36 ഡിഗ്രി നമ്മൾ പറഞ്ഞു. എന്താണ്? നോർമൽ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുന്നുണ്ട്? സോളിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്നു. നമ്മുടെ ബോഡി ടെമ്പറേച്ചറായിട്ട് കോൺടാക്റ്റിൽ വരുമ്പോൾ അത് എന്തായിട്ട് മാറുന്നുണ്ട്? ലിക്വിഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് മാറുന്നുണ്ട്. നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇതായി ഡിസീസ് ഈസ് കോസ്ഡ് ബൈ. എന്തുകൊണ്ടായിരിക്കും ഇതായി ഡിസീസിന് കാരണമായിട്ടുള്ളത്? എന്തായിരിക്കും ഇതായി ഡിസീസിന് കാരണമായിട്ടുള്ളത്?
ഇതായ് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ, എന്തായിരിക്കും ആൻസർ? മെർക്കുറി ആണോ കാഡ്മിയം ആണോ? ഏതായിരിക്കും ആൻസർ? ഏതായിരിക്കും? ഓപ്ഷൻ ബി അല്ലേ, കാഡ്മിയം ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓപ്ഷൻ ബി ആണ് കേട്ടോ, കാഡ്മിയം ആണ് കറക്റ്റ് ആൻസർ. സി അല്ല, ആഴ്സനിക് അല്ല, കാഡ്മിയം ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അയഡിൻ ഡെഫിഷ്യൻസി ക്യാൻ ലീഡ് ടു ആൻ കണ്ടീഷൻ കോൾഡ് ഗോയിറ്റർ വിച്ച് കോസ്റ്റ് സ്വെല്ലിംഗ് ഇൻ ദ ഡാഷ് ഗ്ലാൻഡ്. എന്താണ് പറഞ്ഞേക്കുന്നത്? അയഡിൻ ഡെഫിഷ്യൻസി കാരണമായിട്ടുള്ളത് ക്യാൻ ലീഡ് ടു എ കണ്ടീഷണൽ കോൾഡ് ഗോയിറ്റർ അല്ലേ. നമുക്ക് അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഡിസീസാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നുണ്ട്? ഗോയിറ്റർ എന്നറിയപ്പെടുന്നുണ്ട്. വിച്ച് കോസ് സ്വെല്ലിംഗ് ഇൻ ഡാഷ് ഗ്ലാൻഡ്സ്, ഏത് ഗ്ലാൻഡിന് സ്വെല്ലിംഗ് ഉണ്ടാകുന്നതാണ് എന്തെന്നറിയപ്പെടുക? ഗോയിറ്റർ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻസ് നോക്കി. ഓപ്ഷൻ എ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഓപ്ഷൻ ബി തൈറോയ്ഡ് ഗ്ലാൻഡ്, ഓപ്ഷൻ ബി അഡ്രിനാൽ ഗ്ലാൻഡ്, ദെൻ ഓപ്ഷൻ ഡി എന്താണ്? ടെസ്റ്റോസ്റ്റിറോൺ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതാണ് അയഡിൻ ഡെഫിഷ്യൻസി മൂലം ഉണ്ടായ ഗോയിറ്റർ അല്ലേ ബാധിക്കുന്നത്? ഏത് ഗ്ലാൻഡിനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? തൈറോയ്ഡ് ഗ്ലാൻഡിനെ ബാധിക്കുന്നതാണ് നമ്മൾ എന്തെന്നറിയപ്പെടുക? ഗോയിറ്റർ എന്നറിയപ്പെടുന്നത് അല്ലേ. തൈറോയ്ഡ് ഗ്ലാൻഡിനെ ബാധിക്കുന്നതാണ് ഗോയിറ്റർ എന്നറിയപ്പെടുന്നത്. അഡ്രിനാൽ ഗ്ലാൻഡ് എവിടെ കാണപ്പെടുന്നുണ്ട്? കിഡ്നിയുടെ മുകളിൽ അല്ലേ. കിഡ്നിയുടെ മുകളിൽ എന്താണ്? നമ്മുടെ തൊപ്പി കണക്കല്ലേ, ഒരു ഹാറ്റിൻ്റെ ഒക്കെ ഷേപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കാണപ്പെടുന്ന ഗ്ലാൻഡ് ആണ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അഡ്രിനാൽ ഗ്ലാൻഡ് ആണ്. നോക്കി, അങ്ങനെയാണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? അഡ്രിനാലിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ അല്ലേ. എന്താണ് അഡ്രിനാലിൻ്റെ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അഡ്രിനാലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നുണ്ട് അല്ലേ. എന്താണ് എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നത് അല്ലെ? എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അഡ്രിനാൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അഡ്രിനാലിനാണ് എമർജൻസി ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണേ? 12ാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ, ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. The stone formed, എന്താണ്? The stone formed in the human kidney is made up of, എന്താണ് പറഞ്ഞേക്കുക? ക്വസ്റ്റ്യൻ നോക്കി. എന്താണ്? The stone formed in the human kidneys. നമുക്കറിയാം, നമ്മളെന്ത് വെള്ളമൊക്കെ കുടിക്കാതിരിക്കുന്ന സമയത്തോ നമ്മൾ കൂടുതലായിട്ട് കാൽസ്യം കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡൊക്കെ കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? ഉണ്ടാകുന്ന ഡിസീസാണ് കിഡ്നി സ്റ്റോൺ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ മൂത്രത്തിൽ കല്ലെന്നോ അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. എന്താണ് നോക്കിയേ, ഇതെന്താണ്? നമുക്ക് എന്ത് ചെയ്യുക? ഏറ്റവും നമ്മൾ ഡേഞ്ചർ ആയിട്ട് അല്ലെങ്കിൽ മീൻസ് നമ്മുടെ ബോഡിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നല്ല ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ഈ കിഡ്നി സ്റ്റോൺ എന്നറിയപ്പെടുന്നത് അല്ലേ, ഈ മൂത്രത്തിൽ കല്ലെന്നറിയപ്പെടുന്നത്. നോക്കി, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, ഈ ടേമുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ടേം പഠിക്കാൻ നമുക്ക്. സ്റ്റഡി ഓഫ് കിഡ്നി ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് സ്റ്റഡി ഓഫ് കിഡ്നി ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? എന്തായിരിക്കും? നെഫ്രോളജി. എന്താണെന്ന് അറിയപ്പെടുക? നെഫ്രോളജി ആണ് എന്തെന്നറിയപ്പെടുന്നത്? എന്തെന്നറിയപ്പെടുന്നുണ്ട്? സ്റ്റഡി ഓഫ് കിഡ്നി എന്നറിയപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളെ കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഫങ്ഷണൽ യൂണിറ്റ് എന്താണ്? ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്താണ് ആൻസർ എഴുതേണ്ടത്? ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി ചോദിച്ചാൽ എന്താണ്? നെഫ്രോൺസ്. കേട്ടിട്ടുണ്ടോ? നെഫ്രോൺസ് അല്ലേ. നെഫ്രോൺസ് ആണ് എന്തെന്നറിയപ്പെടുക? ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി എന്ന് അറിയപ്പെടുന്നത്. അന്നേരം നോക്കിയ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ ചോദിച്ച പോയിന്റ് പഠിച്ചു. സ്റ്റഡി ഓഫ് കിഡ്നി ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നെഫ്രോളജി ആണ്. ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നെഫ്രോൺസ് ആണ്. എന്താണ് നമ്മുടെ കിഡ്നിയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെയിൻ ഫംഗ്ഷൻ ഓഫ് കിഡ്നി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുത്തരം നൽകാനായിട്ട് പറ്റും? എന്താണ് മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കിഡ്നിയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുക. എന്താണ്? ബ്ലഡ് പ്യൂരിഫിക്കേഷൻ. എന്താണ്? ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ആണ് എന്തെന്നറിയപ്പെടുക? കിഡ്നി എന്നറിയപ്പെടുക. കിഡ്നിയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുക. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന ഓർഗൻ ചോദിച്ചു കഴിഞ്ഞാൽ കിഡ്നി എഴുതണം. ഈ കിഡ്നി ഫെയിലിയർ ആകുമ്പോഴത്തേക്ക് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. എന്താണ് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ പേര്? എന്തായിരിക്കും ആ ട്രീറ്റ്മെൻറ്റിൻ്റെ പേരെന്താണ്? ആർക്കെങ്കിലും അറിയാം ആ ട്രീറ്റ്മെൻറ്റിൻ്റെ പേരെന്താണെന്നുള്ളത്?
കിഡ്നി ഫെയിലിയർ ആണ്, നമുക്കൊന്നും ചെയ്യാൻ ഫംഗ്ഷനിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് കാണുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബ്ലഡ് ഓൾറെഡി നമുക്ക് പ്യൂരിഫൈ ചെയ്യണം അല്ലേ. ഈ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനോ സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഡിസീസ് അല്ലെങ്കിൽ എന്താണ് നമ്മളൊരു മെറ്റീരിയൽ നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോസസ്സ് നമ്മൾ കൺസെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ പ്രോസസ്സ് ഏതായിരിക്കും, മെഡിക്കൽ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്തുത്തരം നൽകാനായിട്ട് പറ്റും? ഓക്കെ, ഡയാലിസിസ് കേട്ടിട്ടുണ്ടോ? ഡയാലിസിസ് ഒരാൾ ആൻസർ ചെയ്തിട്ടുണ്ട്. ഡയാലിസിസ് എന്നറിയപ്പെടുന്ന നമ്മൾ എന്ത് ചെയ്യുകയാണ്, ചികിത്സ നമ്മൾ തേടുന്നുണ്ട്. നമ്മളെ ബ്ലഡ് ഒരു മെഷീൻ വഴി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ബ്ലഡിലെ എന്ത് ചെയ്യുന്നുണ്ട്, പ്യൂരിഫൈ ചെയ്ത് മാറ്റുന്നുണ്ട്. അതിൽ കിഡ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഫംഗ്ഷൻ എന്താണ്, ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് മെയിൻ ഫംഗ്ഷൻ. പക്ഷേ എന്താണ്, നമ്മൾ ഹാർട്ട് ഉണ്ട്, നമ്മൾ ബ്ലഡുമായിട്ട് റിലേറ്റ് നമ്മൾ ആദ്യം പറയുന്ന ഹാർട്ടാണ് അല്ലേ. ഹാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് മെയിൻ ഫംഗ്ഷൻ, എന്താണ് ഹാർട്ടിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് നമ്മൾ എന്ത് ചെയ്യുക, ബോഡിയുടെ എല്ലാ പാർട്ടിലും അല്ലെ, ബോഡിയുടെ എല്ലാ പാർട്ടിലോട്ടും എന്ത് ചെയ്യുക, പമ്പ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ, ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ എന്നറിയപ്പെടുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ സ്റ്റഡി ഓഫ് ഹാർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കാർഡിയോളജി അല്ലേ. എന്താണ്, കാർഡിയോളജിയാണ് സ്റ്റഡി ഓഫ് ഹാർട്ട് എന്ന് അറിയപ്പെടുന്നത് അല്ലേ. ഹാർട്ടിനെ കുറിച്ചുള്ള സ്റ്റഡി കാർഡിയോളജിയാണ്. ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്ത് കാണപ്പെടുന്ന ലെയർ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, പെരികാർഡിയമാണ് അല്ലേ. പെരികാർഡിയമാണ് ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്ത് കാണപ്പെടുന്ന ലെയർ എന്നറിയപ്പെടുന്നത്. ഇതെന്താണ്, എക്സ്റ്റേണലായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ചതവോ അല്ലെങ്കിൽ എന്താ ഇടിവോ നമുക്ക് എന്തെങ്കിലും ഷോക്കോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഹാർട്ടിനെ എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് കാണപ്പെടുന്ന ലെയർ ആണ് എന്തെന്നറിയപ്പെടുക, പെരികാർഡിയം എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണേ, ഇത്രയും കാര്യം ക്ലിയർ ആണ്. നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ദ സ്റ്റോൺ ഫോംഡ് ഇൻ ദ ഹ്യൂമൻ കിഡ്നീസ് അല്ലേ. നമ്മുടെ ഹ്യൂമൻ കിഡ്നിയിൽ ഫോം ചെയ്യുന്നത് ഏത് ടൈപ്പ് സ്റ്റോൺ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ നോക്കാം നമുക്ക്. കാൽസ്യം ഓക്സലേറ്റ്, ഓപ്ഷൻ ബി കാൽസ്യം ഓക്സൈഡ്, ഓപ്ഷൻ സി കാൽസ്യം സൾഫേറ്റ്, ദെൻ ഓപ്ഷൻ ഡി കാൽസ്യം ഫോസ്ഫേറ്റ്. എന്തായാലും കാൽസ്യം കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് കൂടുതലായിട്ട് കഴിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, കിഡ്നി സ്റ്റോൺ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കി അതിന് കാരണമായിട്ടുള്ള ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതേണ്ടത്, നോക്കി ഏതാണ് ആൻസർ, ഓപ്ഷൻ എ കാൽസ്യം ഓക്സലേറ്റ് ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഡാഷ് ഈസ് ദ മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ്. താഴെ തന്നിരിക്കുന്നതിനകത്ത് ഇലക്ട്രോ പോസിറ്റീവായിട്ട് കാണപ്പെടുന്ന എലമെന്റ് ഏതാണ്? ഓപ്ഷൻ നോക്കി. ഓപ്ഷൻ എ ഫ്ലോറിൻ, ഓപ്ഷൻ ബി സീഷ്യം, ഓപ്ഷൻ സി ഓസ്മിയം, ദെൻ ഓപ്ഷൻ ഡി പ്ലാറ്റിനം. ഓക്കെ, 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ്സിനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഏറ്റവും നല്ല രീതിയിൽ കാണപ്പെടുന്ന മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവായിട്ട് കാണപ്പെടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഓക്കെ, ഏതാണ്? ഏതിൻ്റെ ക്വസ്റ്റ്യനാണ് മോനെ? ക്യാൻഡിലാണോ? ക്യാൻഡിൽ എന്ന കെമിക്കൽ എനർജി ആണോ? കെമിക്കൽ എനർജി ആയിട്ട് ക്യാൻഡിൽ വരത്തില്ലോ. ക്യാൻഡിൽ മീൻസ് എന്താണ്? ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ മെഴുക് കത്തുക അല്ലെങ്കിൽ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കെമിക്കൽ എനർജി വരത്തില്ല അല്ലേ. കെമിക്കൽ എനർജിയെ എന്ത് ചെയ്യുന്നുണ്ട്, ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇലക്ട്രിക് സെല്ലാണ് കേട്ടോ. അത് ആ ഒരു ക്വസ്റ്റ്യനല്ലേ ചോദിച്ചത്. ഓക്കെ, നോക്കിയേ, മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് എന്നറിയപ്പെടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഫ്ലൂറിൻ ആണ് എന്തെന്നറിയപ്പെടുക, മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള എലമെന്റ് എന്ന് അറിയപ്പെടുന്നത്. പ്ലാറ്റിനം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രത്യേകത? PT കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. എന്താണ് പ്ലാറ്റിനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോബിൾ മെറ്റൽസിനകത്ത് വരുന്നതാണ്. ഓക്കെ, സുഖമാണ്. ഓക്കെ, ഓക്കെ, പ്ലാറ്റിനം അല്ലേ. പ്ലാറ്റിനം എന്ന് പറഞ്ഞാൽ എന്താണ്? PT കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. എന്താണ് പ്ലാറ്റിനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? നോബിൾ മെറ്റൽസിനകത്ത് വരുന്ന മെറ്റൽസ് ആണ് എന്തെന്നറിയപ്പെടുക, പ്ലാറ്റിനം എന്നറിയപ്പെടുന്നത്. അതായത് നോബിൾ മെറ്റൽസ് ഓക്കെ, നോക്കിയേ, നോബിൾ മെറ്റൽസ് എന്നറിയപ്പെടുന്നു. ഓക്കെ, നോബിൾ മെറ്റൽസ് എന്നറിയപ്പെടുന്ന ഏതൊക്കെയാണ്? ഗോൾഡ് നോബിൾ മെറ്റൽസ് ആണ്. അതുപോലെ തന്നെ എന്താണ്? സിൽവർ, അതുപോലെ തന്നെ ഏതാണ്? പ്ലാറ്റിനം. ഇത് മൂന്നുമാണ് നമ്മൾ എന്തെന്നറിയപ്പെടുക, നോബിൾ മെറ്റൽസ് എന്നറിയപ്പെടുക. ഓക്കെ, എന്നിട്ട് നോക്കിയേ, ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം ഇത് മൂന്നുമാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്, നോബിൾ മെറ്റൽസ് എന്നറിയപ്പെടുന്നത്. ഈ നോബിൾ മെറ്റൽസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
എന്താണ് നോബിൾ മെറ്റൽസിൻ്റെ പ്രത്യേകത? എന്താണ് ഓക്സിജനുമായിട്ടോ അല്ലെങ്കിൽ എന്താണ് വാട്ടറുമായിട്ടോ ഒന്നും എന്ത് ചെയ്യത്തില്ല, പെട്ടെന്ന് അവ എന്ത് ചെയ്യത്തില്ല, റിയാക്ട് ചെയ്യത്തില്ല. അങ്ങനെയുള്ള മെറ്റൽസിനാണ് നമ്മൾ എന്തെന്ന് പറയുക, നോബിൾ മെറ്റൽസ് എന്നറിയപ്പെടുന്നത്. നോക്കിയാൽ നോബിൾ മെറ്റൽസ് ഏതൊക്കെയാണ്? ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നോർമലി നമ്മൾ നടക്കുന്ന സമയത്തൊക്കെ നമ്മുടെ കഴുത്തിൽ ഓർണമെൻറ്റ്സ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഓക്സിജൻ ഉണ്ട്, അതുപോലെ വാട്ടർ ഉണ്ട്, ഇതൊന്നുമായിട്ട് എന്ത് ചെയ്തില്ല, പെട്ടെന്ന് റിയാക്ട് ചെയ്യത്തില്ല. അങ്ങനെയുള്ള മെറ്റൽസ് ആണ് നോബിൾ മെറ്റൽസ് എന്ന് പറയുന്നത്. ഈ നോബിൾ മെറ്റൽസ് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷന് പറയുന്ന പേരാണ് അക്വാ റീജിയ. കേട്ടിട്ടുണ്ടോ അക്വാ റീജിയ? അക്വാ റീജിയയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവ പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, റിയാക്ട് ചെയ്യുന്നുണ്ട്. അക്വാ റീജിയ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്താണ്, 3:1 എന്നുള്ള റേഷ്യോയിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും അതുപോലെ തന്നെ എന്താണ് നൈട്രിക് ആസിഡും HNO3 അല്ലെ HCl-ഉം HNO3യും 3:1 എന്നുള്ള റേഷ്യോയിൽ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന പ്യുവർ സൊല്യൂഷനാണ് നമ്മൾ എന്തെന്നറിയപ്പെടുക, അക്വാ റീജിയ എന്നറിയപ്പെടുന്നുണ്ട്. ഈ അക്വാ റീജിയയിലാണ് എന്ത് ചെയ്യുക, നോബിൾ മെറ്റൽസ് ആയിട്ടുള്ള ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെയാണ്? ക്ലിയർ ആണോ? 14ാമത്തെ ക്വസ്റ്റ്യനും ക്ലിയർ ആണേ? ഓക്കെയാണ്? ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് ചെയ്യുന്ന ആൻസർ കിട്ടുന്നുണ്ടല്ലോ. 14 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. ഓക്കെ, 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റേഡിയോ ഐസോട്ടോപ്പ് ഈസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ബ്ലഡ് ക്യാൻസർ? എന്താ പറഞ്ഞേക്കുന്നത്? ഏതാണ്? താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏത് റേഡിയോ ഐസോട്ടോപ്പാണ് ബ്ലഡ് ക്യാൻസർ അല്ലെങ്കിൽ ലുക്കീമിയ എന്ന് പറയുന്ന ഡിസീസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഐസോട്ടോപ്പ് കണ്ടുപിടിക്കാനാണ്. നോക്കി ഓപ്ഷൻ നോക്കി. അയഡിൻ 131 ഗോയിറ്ററുമായിട്ട് റിലേറ്റഡ് ആണ് അയഡിൻ 131 എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി സോഡിയം. നോക്കി എന്താണ് സോഡിയം 24. ഓപ്ഷൻ ബി നോക്കി, സി നോക്കിയേ ഫോസ്ഫറസ് 32. ദെൻ ഓപ്ഷൻ ഡി കൊബാൾട്ട് 60. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് റേഡിയോ ഐസോട്ടോപ്പ് നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ ബ്ലഡ് ക്യാൻസറിന് വേണ്ടിയിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റേഡിയോ ഐസോട്ടോപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതേണ്ടത്? നോക്കി ഏതായിരിക്കും ആൻസർ വരിക? കൊബാൾട്ട് 60 ആണ്. ഓപ്ഷൻ ഡി. ഏതാണ്? കൊബാൾട്ട് 60 ആണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? എന്താണ് ട്രീറ്റ്മെൻറ്റ് ലുക്കീമിയ എന്നറിയപ്പെടുക അല്ലെങ്കിൽ എന്താണ് ബ്ലഡ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കൊബാൾട്ട് 60 ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെയാണ്? ഓക്കെ, നമ്മൾ പറഞ്ഞു ബ്ലഡ് ക്യാൻസർ പറഞ്ഞു. ബ്ലഡിനെ കുറിച്ചുള്ള സ്റ്റഡി പറഞ്ഞാൽ എന്താണ്? ഹെമറ്റോളജി. കേട്ടിട്ടുണ്ടോ? ഹെമറ്റോളജി ആണ് എന്തെന്നറിയപ്പെടുക? സ്റ്റഡി ഓഫ് ബ്ലഡ് എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? ഹെമറ്റോളജി ആണ് സ്റ്റഡി ഓഫ് ബ്ലഡ് എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? ഇനി നോക്കിയേ, യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത് ഏതാണ്? യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത്. എന്താണ് ഡോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബ്ലഡ് ഗ്രൂപ്പുകാർക്കും എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാനായിട്ട് പറ്റുന്ന ബ്ലഡ് ഗ്രൂപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത്? എല്ലാ ബ്ലഡ് ഗ്രൂപ്പുകാർക്കും എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാനായിട്ട് പറ്റുക അല്ലേ? ഡോണർ എന്ന് പറഞ്ഞാൽ എന്താണ്? നൽകുക. അങ്ങനെ നൽകാൻ പറ്റുന്ന ബ്ലഡ് ഗ്രൂപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? O ഗ്രൂപ്പാണ് നമ്മൾ എന്ത് ചെയ്യുക? യൂണിവേഴ്സൽ ഡോണർ എന്ന് അറിയപ്പെടുന്നത്. യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? AB ഗ്രൂപ്പിനെയാണ് യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് അല്ലെങ്കിൽ സ്വീകരിക്കാൻ പറ്റുന്നത്. എല്ലാ ബ്ലഡ് ഗ്രൂപ്പിനെയും സ്വീകരിക്കാൻ പറ്റുന്നതാണ് റെസിപ്പിയൻ്റ് എന്നറിയപ്പെടുന്നത്. അത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? AB ഗ്രൂപ്പിനെയാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണ്. ഇനി നമ്മൾ നോക്കിയേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബ്ലഡിനകത്ത് എന്ത് കാണപ്പെടുന്നുണ്ട്? WBC സെൽസും കാണപ്പെടുന്നുണ്ട്, RBC സെൽസും കാണപ്പെടുന്നുണ്ട് അല്ലേ? വൈറ്റ് ബ്ലഡ് സെൽസും കാണുന്നുണ്ട്, റെഡ് ബ്ലഡ് സെൽസും നമ്മൾ കാണപ്പെടുന്നുണ്ട്. ഈ 2 ബ്ലഡ് സെൽസും എവിടാണ് ഹ്യൂമൻ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടത്? എന്തായിരിക്കും നമ്മൾ ഹ്യൂമൻ ബോഡിയിൽ ഈ RBC സെൽസും WBC സെൽസും പ്രോപ്പറായിട്ട് അല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെ ഏത് ഭാഗത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ബോൺ മാരോ അല്ലേ? ബോൺ മാരോ. എന്താണ് ബോൺ മാരോ എന്നറിയപ്പെടുന്നത്? എന്താണ്? അസ്ഥിമജ്ജ അല്ലേ? അസ്ഥിമജ്ജയിൽ അല്ലെങ്കിൽ ബോൺ മാരോയിലാണ് RBC സെൽസും WBC സെൽസും ഫോം ചെയ്യുക. RBCയുടെ ഫുൾ ഫോം മീൻസ് എത്ര ഡേയ്സ് ആണ് ലൈഫ് സ്പാൻ എന്നറിയപ്പെടുക?
120 days ആണ് ലൈഫ് സ്പാൻ എന്നറിയപ്പെടുന്നത്. WBC എന്താണ് 13 to എന്താണ് 15 days വരെ എന്ത് കാണപ്പെടുന്നുണ്ട്? WBC സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്? കാണപ്പെടുന്നുണ്ട് അല്ലെ. ഈ ബോൺ മാരോയിലാണ് WBC സെൽസും RBC സെൽസും ഫോം ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്റ്റഡി ഓഫ് ബോൺസിനെ പറയുന്ന പേരെന്തായിരിക്കും? എന്താണ് ബോൺസിനെ കുറിച്ചുള്ള സ്റ്റഡി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാനായിട്ട് പറ്റും നമുക്ക്? ബോൺസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഓസ്റ്റിയോളജി. എന്താണ്? ഓസ്റ്റിയോളജി എന്നാണ് നമ്മൾ എന്തിനെ അറിയപ്പെടുക? സ്റ്റഡി ഓഫ് ബോൺസ് എന്ന് അറിയപ്പെടുന്നത്. ബോൺസിന് ഹെൽത്ത് നൽകാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്ന വൈറ്റമിൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത്? വൈറ്റമിൻ ഡി ആണ്. നമുക്ക് എന്ത് ചെയ്യുക? നമ്മുടെ ബോണിൻ്റെയൊക്കെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വൈറ്റമിൻ ബി അല്ല, വൈറ്റമിൻ ഡി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി നോക്കി, നമ്മൾ പറഞ്ഞു ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് ആണ് നമ്മളോട് ചോദിക്കുക അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് ചോദിച്ചു കഴിഞ്ഞാൽ അഡൽട്ട് പേഴ്സണിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് ആണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ആൻസർ എഴുതണം? 206 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് ഇൻ അഡൽട്ട് പേഴ്സൺ എന്ന് അറിയപ്പെടുന്നത്. ഈ അഡൽട്ട് പേഴ്സണിനകത്ത് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പോയിന്റ് നമ്മൾ അടുത്ത് നോക്കണം. ന്യൂ ബോൺ ബേബീസ് അല്ലെ, ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഏറ്റവും കാണപ്പെടുന്ന ബോൺസ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കാർട്ടിലേജസ് ബോൺസ് ആണ് അല്ലേ. കാർട്ടിലേജസ് ബോൺസ് എന്ന് വെച്ചാൽ എന്താണ്? തരുണാസ്ഥികൾ അല്ലേ. അതായത് കട്ടി കുറഞ്ഞ എല്ലുകളാണ് നമുക്ക് എന്ത് ചെയ്യുക? കുഞ്ഞുങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുക. എല്ലുകളുടെ എണ്ണം വളരെ കൂടുതലാണ് അഡൽട്ട് പേഴ്സണെ കാട്ടി. എത്ര ആയിരിക്കും ന്യൂ ബോൺ ബേബീസിലെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 300 ബോൺസ് ആണ് ന്യൂ ബോൺ ബേബീസിൽ കാണപ്പെടുന്ന ബോൺസിന്റെ എണ്ണം. ഈ 300 ബോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? വളരുന്നതിനനുസരിച്ച് അല്ലെ അഡൽട്ട് പേഴ്സൺ ആയിട്ട് മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? 300-ൽ നിന്ന് എന്തിലോട്ട് കുറയുന്നുണ്ട്? 206-ലോട്ട് എന്ത് ചെയ്യുകയാണ്? കൗണ്ട് കുറയുകയാണ് ചെയ്യുക. അതിൽ അഡൽട്ട് പേഴ്സണിൽ 206 ബോൺസ് ആണ് കാണപ്പെടുക. ന്യൂ ബോൺ ബേബീസിൽ കാണപ്പെടുന്ന ബോൺസിന്റെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? എത്രയാണ് ആൻസർ എഴുതേണ്ടത്? 300 ബോൺസ് ആണ് ന്യൂ ബോൺ ബേബീസിൽ കാണപ്പെടുന്നത്. ക്ലിയർ ആണേ? പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യനും ക്ലിയർ ആണ്? ഡൗട്ടൊന്നും ഇല്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തരട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ആസിഡ് ഈസ് യൂസ്ഡ് ടു മേക്കിംഗ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് എക്സ്പ്ലോസീവ്സ്? ഓക്കെ, എന്താണ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ? എന്താണ്? വളങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അല്ലേ, നമുക്ക് കൃഷി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ളതാണ് വളങ്ങൾ. ഫെർട്ടിലൈസേഴ്സ് അല്ലെ, നാച്ചുറൽ ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്. അന്നേരം നോക്കിയേ, ഫെർട്ടിലൈസേഴ്സിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് എക്സ്പ്ലോസീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഫോടക വസ്തുക്കൾ പോലുള്ളതാണ് എക്സ്പ്ലോസീവ്സ് എന്നറിയപ്പെടുന്നത്. അന്നേരം എന്താണ്? ഫെർട്ടിലൈസേഴ്സിനെയും അതുപോലെ എക്സ്പ്ലോസീവ്സിൻ്റെ ഒക്കെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻ എ ബെൻസോയിക് ആസിഡ്, ഓപ്ഷൻ ബി നൈട്രിക് ആസിഡ്, ഓപ്ഷൻ സി ഫോമിക് ആസിഡ്, ദെൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. നോക്കാം നമുക്ക് ഏതാണ്? നൈട്രിക് ആസിഡ് ആണോ, ഫോമിക് ആസിഡ് ആണോ, അതോ നൺ ഓഫ് ദി എബോവ് ആണോ, ബെൻസോയിക് ആസിഡ് ആണോ? എന്തായിരിക്കും ആൻസർ? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി നൈട്രിക് ആസിഡ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു? ഫെർട്ടിലൈസേഴ്സിനകത്തും എക്സ്പ്ലോസീവ്സിനകത്തൊക്കെ എന്ത് ചെയ്യുക? കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഫെർട്ടിലൈസേഴ്സിനകത്തും എക്സ്പ്ലോസിനകത്ത് യൂസ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത്? നൈട്രിക് ആസിഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഫോർമിക് ആസിഡ് എവിടെ കാണപ്പെടുന്നുണ്ട്? ആൻറ്റിനകത്ത് അല്ലെ, ഉറുമ്പിനകത്തോ അതുപോലെ തന്നെ എന്താണ് വാസ്പിനകത്തോ, അല്ലെങ്കിൽ എന്താണ് ആൻഡ് വാസ്പ്. ഓക്കെ, GS ത്രൂ മീൻസ് എന്താ മോൻ ഉദ്ദേശിച്ചത്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കുമെന്നാണോ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണോ ഉദ്ദേശിച്ചത്? ഓക്കെ, നോക്കാം നമുക്ക്. ആൻഡ് വാസ്പ് മോനെ മെസ്സേജ് മതി, നമുക്ക് റിപ്ലൈ തരാം കേട്ടോ. ആൻറ്റിനകത്ത്, വാസ്പിനകത്ത്, അതുപോലെ തന്നെ എന്താണ് ഹണി ബീക്കകത്ത് അല്ലേ, ഇതിനകത്ത് മൂന്നിനകത്തും കാണപ്പെടുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? ഫോർമിക് ആസിഡ് ആണ് കാണപ്പെടുന്നത്. ഹ്യൂമൻ ബോഡിയിൽ നമ്മുടെ സ്റ്റൊമക്കിൽ കാണപ്പെടുന്ന ആസിഡാണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ്? സ്റ്റൊമക്കിൽ കാണപ്പെടുന്ന ആസിഡാണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് നമ്മുടെ സ്റ്റൊമക്കിൽ കാണപ്പെടുന്ന ആസിഡ് അല്ലെ. HCl എന്നറിയപ്പെടുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് നമ്മുടെ സ്റ്റൊമക്കിൽ കാണപ്പെടുന്ന ആസിഡ്. ഇനി നോക്കിയേ, H2SO4 കേട്ടിട്ടുണ്ട്? H2SO4 അതായത് നമ്മുടെ എന്താണ്? സൾഫ്യൂറിക് ആസിഡ്
അല്ലെ? സൾഫ്യൂരിക് ആസിഡിനെയാണ് നമ്മൾ എന്നറിയപ്പെടുക H2SO4 എന്നറിയപ്പെടുന്നു. ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുക H2SO4 അല്ലെങ്കിൽ എന്താണ്? കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നുണ്ട് അല്ലെ? എന്താണ്? കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നുണ്ട്. കെമിക്കലുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നുണ്ട്. ഓയിൽ ഓഫ് വിട്രിയോൾ അല്ലെ? എന്താണ്? ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. ഇതിനെക്കാട്ടിയൊക്കെ പ്രയോറിറ്റി ഉള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. കാറിൻ്റെ ബാറ്ററീസിൽ അല്ലെങ്കിൽ കാറിൻ്റെ ഇൻവേർട്ടേഴ്സിനകത്തൊക്കെ ഇൻവേർട്ടറിനകത്തോ അല്ലെങ്കിൽ കാർ ബാറ്ററീസിനകത്തോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണെന്ന് പറയേണ്ടത്? എന്തായിരിക്കും പറയേണ്ടത്? സൾഫ്യൂരിക് ആസിഡാണ് അല്ലെ ആൻസർ പറയേണ്ടത് കേട്ടോ. ഓക്കെ, ഏതാണ്? സൾഫ്യൂരിക് ആസിഡാണ് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുക? കാർ ബാറ്ററീസിനകത്തും അതുപോലെ തന്നെ എന്താണ്? കാറിൻ്റെ ബാറ്ററീസും അതുപോലെ തന്നെ എന്താണ്? ഇൻവെർട്ടറിനകത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നു. എന്താണ്? ഓയിൽ ഓഫ് വിട്രിയോൾ എന്നൊക്കെ എന്നറിയപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അതാണ് സൾഫ്യൂരിക് ആസിഡാണ് അറിയപ്പെടുന്നത്. ക്ലിയർ ആണേ? ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നോക്കി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ടർമറിക് ഈസ് യെല്ലോ ഇൻ കളർ ഡ്യൂ ടു വാട്ട് റീസൺ? നമ്മളെന്താ പറഞ്ഞത്? ടർമറിക്. എന്താണ് ടർമറിക് എന്നറിയപ്പെടുന്നത്? മഞ്ഞൾ അല്ലേ? മഞ്ഞളിനകത്ത് ടർമറിക് പൗഡർ എന്നറിയപ്പെടുന്നത് എന്താണ്? മഞ്ഞൾപ്പൊടിയാണ്. ഈ മഞ്ഞൾ യെല്ലോ നിറത്തിൽ കാണപ്പെടുന്നതിന് കാരണമായിട്ടുള്ള വസ്തു അല്ലെങ്കിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ എ നോക്കുക സിയാസിൻ, ഓപ്ഷൻ ബി ലൈക്കോപ്പീൻ, ദെൻ ഓപ്ഷൻ ഡി കുർക്കുമിൻ, ദെൻ ഓപ്ഷൻ ഡി കറോട്ടിൻ. ഏതായിരിക്കും ആൻസർ? ടെർമറിക്കിൻ്റെ കളറ് അല്ലെ യെല്ലോ കളറിൽ കാണപ്പെടാനുള്ള റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? അല്ലെങ്കിൽ എന്തിൻ്റെ സബ്സ്റ്റൻസിൻ്റെ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുക യെല്ലോ കളർ ഏത് കാണപ്പെടുന്നു? ടെർമറിക് പൗഡർ കാണപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ എഴുതേണ്ടത്? ഓപ്ഷൻ ഡി അല്ലെ കെറോട്ടിൻ ആണ് എന്ത് ചെയ്യുക നമ്മുടെ ടെർമറിക്കിന് കളർ നൽകുന്ന അല്ലെ മഞ്ഞ കളർ നൽകുന്ന വസ്തു അല്ലെങ്കിൽ പിഗ്മെന്റ് എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണേ? 17ാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആൻസേഴ്സ് പറയാനായിട്ട് പറ്റുന്നുണ്ടല്ലോ, ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടല്ലോ. ഓക്കെ ആണ്? ഡൗട്ടൊന്നുമില്ല? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈബർ ഒപ്റ്റിക്സ് കേബിൾസ് ആൻഡ് ദ ഫിനോമിന ഓഫ് ഇമേജ് ആർ ബേസ്ഡ് ഓൺ വിച്ച് ഫിനോമിന ഓഫ് ലൈറ്റ്? എന്താണ് പറഞ്ഞേക്കുന്നത്? ഒപ്റ്റിക് ഫൈബർ അല്ലെങ്കിൽ ഫൈബർ ഒപ്റ്റിക്സ് കേബിൾസിൻ്റെ എന്താണ് മിറാജസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കാരണക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ കാരണമായിട്ടുള്ള ലൈറ്റിൻ്റെ പ്രതിഭാസം താഴെയുള്ള ഇതിൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ റിഫ്രാക്ഷൻ, ഓപ്ഷൻ ബി റിഫ്ലക്ഷൻ, ഓപ്ഷൻ സി ഏതാണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, ദെൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നോക്കി ഏതാണ്? നോക്കി റിഫ്രാക്ഷൻ ആണോ, റിഫ്ലക്ഷൻ ആണോ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണോ, നൺ ഓഫ് ദി എബോവ് ആയിരിക്കോ ഫൈബർ ഒപ്റ്റിക്സ് പ്രവർത്തിക്കുന്നത്? ഓക്കെ, ഒരാൾ ആൻസർ ചെയ്തു കഴിഞ്ഞു. ഏതാണ് ആൻസർ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലേ? എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് എന്തിന് കാരണമായിട്ടുള്ളത്? ഒപ്റ്റിക് ഫൈബറിൻ്റെ പ്രവർത്തനത്തിന് കാരണമായിട്ടുള്ള ലൈറ്റിൻ്റെ പ്രതിഭാസം എന്നറിയപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. ക്ലിയർ ആണോ? ഇനി നോക്കിയേ, റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഏതെങ്കിലും ഒരു സ്മൂത്ത് സർഫസിൽ ചെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ലൈറ്റ് വീണിട്ട് ബൗൺസ് ചെയ്ത് ബാക്കിലോട്ട് മാറുന്നതിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുക? റിഫ്ലക്ഷൻ എന്നറിയപ്പെടുന്നത് അല്ലെ? റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു സർഫസിൽ വന്ന് ലൈറ്റ് വന്ന് പതിക്കും അല്ലെ? ലൈറ്റ് വന്ന് പതിച്ചിട്ട് എന്ത് ചെയ്യുകയാണ്? തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് വരികയാണെങ്കിൽ അവിടെ എന്ത് നടന്നു എന്ന് പറയാം? റിഫ്ലക്ഷൻ നടന്നു എന്ന് പറയാം. നമ്മുടെ കണ്ണിൽ ഒരു ഇമേജ് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മുടെ കണ്ണിൽ കാഴ്ച എന്ന് ഉള്ള ഒരു എഫക്റ്റ് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ കണ്ണിൽ നടക്കുന്ന പ്രോസസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? റിഫ്ലക്ഷൻ ആണ് കണ്ണിൽ നടക്കുന്ന പ്രോസസ്സ് എന്നറിയപ്പെടുന്നത്. ഈ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സർഫസിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് ലൈറ്റ് എന്ത് ചെയ്യുകയാണ്? പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ബെൻഡിങ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ എന്താണ്? വളവ് സംഭവിച്ച് കാണപ്പെടുക. എന്താണ്? ബെൻഡിങ് ഓഫ് ലൈറ്റ് കാണപ്പെടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? വളഞ്ഞ രീതിയിൽ കാണപ്പെടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ ഏത് പ്രോസസ്സാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? റിഫ്രാക്ഷൻ ആണ് ലൈറ്റിൻ്റെ പ്രോസസ്സിന് കാരണമായിട്ടുള്ളത്. അന്നേരം നോക്കിയേ എന്താ പറഞ്ഞത്? ഫിനോമിന ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ എന്താണ്? നമ്മൾ ഫിനോമിന ഓഫ് ലൈറ്റിനകത്ത് പഠിക്കുന്നതാണ് റിഫ്രാക്ഷൻ പഠിക്കുന്നുണ്ട്, റിഫ്ലക്ഷൻ പഠിക്കുന്നുണ്ട്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ പഠിക്കുന്നുണ്ട്.
ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന് കാരണമായിട്ടുള്ള ഒരു പ്രോസസ്സ് കൂടെ ഉണ്ട്. ഏതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന് കാരണമായിട്ടുള്ളത് എന്നറിയാമോ? ഡയമണ്ടിന്റെ തിളക്കം അല്ലെ, ഡയമണ്ടിന്റെ ബ്രൈറ്റ്നെസ്സിന് കാരണമായിട്ടുള്ളത് അല്ലെ, ബ്രൈറ്റ്നെസ് അല്ലെങ്കിൽ എന്താണ് തിളക്കത്തിന് കാരണമായിട്ടുള്ള ലൈറ്റിന്റെ പ്രതിഭാസമാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ഉത്തരം എഴുതണം? എന്താണ് ഉത്തരം എഴുതേണ്ടത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് എന്ന് പറയുക ഡയമണ്ടിന്റെ തിളക്കത്തിന് കാരണമായിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താണ്, സ്കൈ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലൂ കളറിൽ കാണപ്പെടുന്നു അല്ലേ, നമ്മുടെ മീൻസ് ആകാശം എന്ത് ചെയ്യുന്നുണ്ട്? നീല നിറത്തിൽ കാണപ്പെടുന്നുണ്ട്. ഈ കളറിൽ കാണപ്പെടാനുള്ള റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉത്തരം എഴുതേണ്ടത്? സ്കൈ ബ്ലൂ കളറിൽ കാണപ്പെടാനുള്ള റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതുക? സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് അല്ലേ, സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ആണ് എന്തിന് കാരണമാണ്? നമ്മുടെ സ്കൈ ബ്ലൂ കളറിൽ കാണപ്പെടുന്നു. അതേപോലെ തന്നെ എന്താണ്, സൂര്യൻ ഉദിക്കുന്ന സമയത്തും സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ആകാശം റെഡിഷ് കളറിൽ കാണപ്പെടുന്നുണ്ട്. ഇതിന് കാരണമായിട്ടുള്ള ലൈറ്റിന്റെ പ്രോസസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ എഴുതേണ്ടത്? ഏതാണ് അതിന്റെ പ്രോസസ്സിനും കാരണം? ഏത് തന്നെയാണ്? സ്കാറ്ററിങ് ആണ് ആ പ്രോസസ്സിനും കാരണം. അന്നേരം നോക്കി, ആകാശം നീല നിറത്തിൽ കാണപ്പെടുന്നതും സൺസെറ്റിനും സൺറൈസിനും മുമ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്? റെഡിഷ് കളറിൽ കാണപ്പെടുന്നതും ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? നമ്മൾ എന്താ എഴുതേണ്ടത്? സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ആണ് എഴുതേണ്ടത്. അന്നേരം റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ റിഫ്ലക്ഷനും, ബെൻഡിങ് ഓഫ് ലൈറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? റിഫ്രാക്ഷനും എഴുതണം. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ എന്ത് ചെയ്യുക? വൈറ്റ് ലൈറ്റ് 7 കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലെ, 7 കളേഴ്സ് ആയിട്ട് എന്താണ് ജോയിൻ ചെയ്താണ് നമ്മുടെ വൈറ്റ് ലൈറ്റ് കാണപ്പെടുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താണ്, ഈ വൈറ്റ് ലൈറ്റ് കാണപ്പെടുന്നത് 7 കളേഴ്സ് ആയിട്ട്, ആ ലൈറ്റിന്റെ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡിസ്പേർഷൻ എന്നറിയപ്പെടുന്നത് അല്ലെ. വൈറ്റ് ലൈറ്റ് 7 കളേഴ്സ് ആയിട്ട് മാറുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡിസ്പേർഷൻ എന്നറിയപ്പെടുന്നത്. ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? സർ ഐസക് ന്യൂട്ടൺ ആണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? ഡിസ്പേർഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കണ്ടുപിടിച്ചത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി നോക്കിയേ, സോപ്പ് ബബിളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സോപ്പ് നമ്മൾ ബബിളാക്കി നമ്മൾ ഊതി വിടുമ്പോൾ ബബിൾ ഫോം ചെയ്യുന്നുണ്ട്. ഈ ബബിൾസിനകത്ത് കളേഴ്സ് ഇമേഴ്സ്ഡ് ആയിട്ട് കാണപ്പെടും. ഇമേഴ്സ്ഡ് മീൻസ് എന്താണ്? കൂടി കലർന്ന് കാണപ്പെടും. നമുക്ക് ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു കളറിനെ സ്പെസിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അന്നേരം ഈ കളേഴ്സ് എന്ത് ചെയ്യുകയാണ്? ഇമേഴ്സ് ചെയ്ത് കാണപ്പെടുന്ന സോപ്പ് ബബിളിൽ കളേഴ്സ് ഇമേഴ്സ് ചെയ്ത് കാണപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിന്റെ ഏത് പ്രോസസ്സാണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പ്രോസസ് ആയിരിക്കും? ഏത് പ്രോസസ് ആയിരിക്കും? ഇൻഡഫറൻസ്. കേട്ടിട്ടുണ്ടോ? ഏതാണ്? ഇൻഡഫറൻസ് ആണ് എന്തിന് കാരണമായിട്ടുള്ളത്? എന്തിന് കാരണമായിട്ടുള്ള ഇൻഡഫറൻസ് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സോപ്പ് ബബിളിലെ കളേഴ്സിന് കാരണമായിട്ടുള്ള പ്രോസസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഇൻഡഫറൻസ് ആണ് കാരണമായിട്ടുള്ളത്. ക്ലിയർ ആണേ? ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, 19ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഈസ് ദ കെമിക്കൽ നെയിം ഓഫ് മാർബിൾ? താഴെ തന്നിരിക്കുന്നതിനകത്ത് മാർബിളിന്റെ കെമിക്കൽ നെയിം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കിയേ, മാർബിൾ എന്നറിയപ്പെടുന്നത് എന്താണ്? കാൽസ്യം റിലേറ്റഡ് ആയിട്ടുള്ള ടേം ആണ് മാർബിൾ എന്നറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ മാർബിളിന്റെ കെമിക്കൽ ഫോർമുല മീൻസ് കെമിക്കൽ നെയിം താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്ന് കണ്ടുപിടിക്കാനാണ്. ഓപ്ഷൻസ് നോക്കിയേ, കാൽസ്യം ക്ലോറൈഡ്, ഓപ്ഷൻ ബി കാൽസ്യം കാർബണേറ്റ്, ഓപ്ഷൻ സി കാൽസ്യം ഓക്സൈഡ്, ദെൻ ഓപ്ഷൻ ഡി മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഏതായിരിക്കും? കാൽസ്യം ക്ലോറൈഡ് ആണോ? എന്തായിരിക്കും ആൻസർ വരിക? മാർബിൾ അല്ലെ. മാർബിളിന്റെ കെമിക്കൽ നെയിം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ഉത്തരം നൽകാനായിട്ട് പറ്റും? ഓക്കെ, ഏതാണ്? കാൽസ്യം ക്ലോറൈഡ് ആണോ? കാൽസ്യം കാർബണേറ്റ് ആണോ? കാൽസ്യം ഓക്സൈഡ് ആണോ? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണോ? ഓക്കെ, ഒരാൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഏതാണ്? കാൽസ്യം കാർബണേറ്റിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുക? എന്താണ്? മാർബിൾ കൊണ്ട് റെപ്രസെന്റ് ചെയ്താൽ മാർബിളിന്റെ കെമിക്കൽ നെയിം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉത്തരം എഴുതേണ്ടത്? കാൽസ്യം കാർബണേറ്റ് ആണ് എഴുതേണ്ടത്. ക്ലിയർ ആണോ? 19ാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. നമ്മുടെ ലൈഫ് സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. എന്താണ് 20ാമത്തെ ക്വസ്റ്റ്യൻ? നോക്കി, ദ പ്രോസസ് ഓഫ് ഫെർട്ടിലൈസേഷൻ യൂഷ്വലി ടേക്ക് പ്ലേസ് ഇൻ ഡാഷ്. എന്താണ് പറഞ്ഞേക്കാം? ദ പ്രോസസ് ഓഫ് ഫെർട്ടിലൈസേഷൻ, നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്. ഈ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഏത് പ്ലേസിൽ വെച്ചിട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഏതാണ്? ഫലോപ്പിയൻ ട്യൂബ്,
ഓപ്ഷൻ ബി സ്പേം, ഓപ്ഷൻ സി സൈഗോട്ട്, ദെൻ ഓപ്ഷൻ ഡി ടെസ്റ്റിസ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് അല്ലേ, യങ് ബേബീസിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രോസസ്സാണ് എന്തെന്ന് പറയുക, ന്യൂ ജനറേഷനിൽ ഫെർട്ടിലൈസേഷൻ എന്നറിയപ്പെടുന്നുണ്ട്. ഈ ഫെർട്ടിലൈസേഷൻ നടക്കപ്പെടുന്നത് സ്പേമും അതുപോലെ തന്നെ ഓവും കൂടെ എന്ത് ചെയ്യുന്നു, കൂടിക്കലർന്ന് ഫെർട്ടിലൈസേഷൻ നടക്കുന്ന പ്രോസസ്സ് നടക്കുന്നത് ഏത് പാർട്ടിൽ വെച്ചിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം എഴുതുക? ഓക്കെ, ഇതാണ് സ്പേം എന്ന് പറഞ്ഞാൽ എന്താണ്, മെയിൽ ഗ്യാമേറ്റ്സ് ആണ് അല്ലേ. മെയിൽ ഗ്യാമേറ്റ്സിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുക, സ്പേം എന്നറിയപ്പെടുന്നത്. ഓവം എന്നറിയപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ഫീമെയിൽ ഗ്യാമേറ്റ്സിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുക, ഓവം എന്നറിയപ്പെടുന്നുണ്ട്. അതാണ് സ്മോൾ സെൽസ് ആണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ്, സ്പേം ആണ് സ്മോൾ സെൽസ്. ലാർജ് സെൽസ് ആണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ്, ഓവം ആണ് ലാർജ് സെൽസ് അല്ലേ. നമ്മുടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ദ പ്രോസസ് ഓഫ് ഫെർട്ടിലൈസേഷൻ അല്ലേ. എന്താണ്, ദ പ്രോസസ് ഓഫ് ഫെർട്ടിലൈസേഷൻ യൂഷ്വലി ടേക്ക് പ്ലേസ് ഇൻ ഡാഷ് അല്ലെ. നമുക്ക് ഹ്യൂമൻ ബോഡിയിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഏത് പാർട്ടിൽ വെച്ചിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ആൻസർ എഴുതേണ്ടത്? എന്താണ്, സൈഗോട്ട് ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻഡിങ് പ്രോസസ്സാണ് സൈഗോട്ടൊക്കെ ഫോം ചെയ്യുന്നത്. എന്താണ് ആ ഫെർട്ടിലൈസേഷൻ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക എന്ന് വെച്ചാൽ എന്താണ് ആൻസർ എഴുതേണ്ടത്? ഓപ്ഷൻ എ ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. ക്ലിയർ ആണോ? 20 ക്വസ്റ്റ്യൻസും ക്ലിയർ ആണോ? ഡൗട്ടൊന്നും ഇല്ലല്ലോ. 20 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തൊക്കെ ഫിസിക്സിൽ നിന്നും അതുപോലെ തന്നെ എന്താണ് കെമിസ്ട്രിയിൽ നിന്നും ബയോളജിയിൽ നിന്നും നമ്മൾ ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഓപ്ഷൻസ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ടേംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ക്ലിയർ ആണേ? ഓക്കെ ആണ്, ഡൗട്ടൊന്നും ഇല്ലല്ലോ. 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നോ? ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ലൈവ് സെഷനിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.